ഈ ഭൂമിയെ മുഴുവനും നിയന്ത്രിക്കുന്ന അജ്ഞാതരായ ഒരു കൂട്ടം മനുഷ്യർ, ഈ ഭൂമിയിൽ മനുഷ്യരായി ജീവിക്കുന്നവരും ഈ ഭൂമിക്ക് അപ്പുറത്ത് ജീവിക്കുന്ന ജീവികളും സൃഷ്ടികളും ഉൾപ്പെടെയുള്ള ഒരു ടീം ഈ ഭൂമിയിലെ എല്ലാ സംഭവങ്ങളെയും നിയന്ത്രിക്കുന്ന കാര്യം ഒന്ന് നാം ചിന്തിച്ചു നോക്കിയേ. ഈ ഭൂമിയിൽ എന്ത് അനുദിനം നടക്കണം, രാഷ്ട്രീയമായും സാമൂഹികമായും ഈ ഭൂമിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെയും അതിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് നിയന്ത്രിക്കുന്ന ഒരു സെറ്റ് ഓഫ് പീപ്പിൾ, ഒരു ടീം ഓഫ് പീപ്പിൾ. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അങ്ങനെ കുറച്ച് പേരുടെ നിയന്ത്രണത്തിലാണ് നമ്മളുടെ ഈ ഭൂമി എങ്കിൽ അങ്ങനെയുള്ള കുറേ സ്വാധീനമുള്ള കുറേ മനുഷ്യരുടെയും കുറേ മനുഷ്യരല്ലാത്ത ജീവികളുടെയും ബുദ്ധിശക്തിയിലും ചിന്താശക്തിയിലുമാണ് ഈ ഭൂമി സഞ്ചരിക്കുന്നതെങ്കിൽ അതെത്ര അപകടകരമായിരിക്കും. നമ്മളിവിടെ പറഞ്ഞു വരുന്നത് ഒരു സീക്രട്ട് വേൾഡ് ഗവൺമെൻറ്റിനെയാണ്. ഇല്ലുമിനാറ്റി എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്ന ആ ഒരു സംഘം, ഇവരാരാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുവാൻ സാധ്യമാവുകയില്ല. അവരിലേക്ക് എത്തുന്ന സൂചനകൾ പലതും ഈ ഭൂമിയിലുണ്ടെങ്കിലും അവർ മറഞ്ഞിരിക്കുകയാണ്. അവരാണ് ഈ ഭൂമിയിലുള്ള ഗവൺമെൻറ്റുകളെയെല്ലാം നിയന്ത്രിക്കുന്നത്. ഇതൊരു വിശ്വാസമാണ്, ഇതൊരു കോൺസ്പിറസി തിയറിയാണ്, ഇതൊരു നിഗൂഢമായ ഒരു ശാസ്ത്രം തന്നെയാണ്. പലരും ഇങ്ങനെയുള്ള ചിന്താഗതിക്ക് അപ്പുറമായി മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്നവർ ഇന്ന് ഈ ഭൂമിയിൽ നടക്കുന്ന ഓരോ തീരുമാനങ്ങൾക്കും എതിരായി ചിന്തിക്കുന്നവരാണ്. അതായത് ലോകത്തിലെ ഗവൺമെൻറ്റുകളെ നിയന്ത്രിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. ഇവരെ നമുക്ക് കാണുവാൻ, ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യുവാൻ, സ്പോട്ട് ചെയ്യുവാൻ സാധ്യമാവുകയില്ല. ഇവരിലേക്ക് ഒരിക്കലും ഒരു കണ്ടുപിടുത്തത്തിലൂടെയും ഒരു ചിന്തയിലൂടെയും അല്ലെങ്കിൽ ഒരു തിയറിയിലൂടെയും ഇവരിലേക്ക് എത്തിച്ചേരുവാൻ സാധ്യമല്ല. ഇവർ മറഞ്ഞിരിക്കുന്നവരാണ്. എന്നാൽ ഇവരാണ് ഒരു ഇലക്ഷൻ ഒരു ഭൂമിയിൽ നടന്നാൽ, ഏതെങ്കിലും ഒരു രാജ്യത്ത് നടന്നാൽ, ഒരു സമൂഹത്തിൽ നടന്നാൽ ആര് ജയിക്കണം എന്ന് തീരുമാനിക്കുന്നവർ. ഈ ഭൂമിയിലെ വിനോദങ്ങളെ നിയന്ത്രിക്കുന്നത് ഇവരാണ്. ലോകത്തിലെ ഗെയിമുകളെ നിയന്ത്രിക്കുന്നവർ. ബാസ്കറ്റ്ബോൾ, ബേസ്ബോൾ, ക്രിക്കറ്റ്, ഫുട്ബോൾ തുടങ്ങിയ എല്ലാ കളികളെയും വലിയ വിനോദങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുന്നത് ഇവരാണ്. ഇവരുടെ പണം ഉപയോഗിച്ചും ഇവരുടെ സ്വാധീനം ഉപയോഗിച്ചും ലോകത്തെ കൊണ്ട് കളിപ്പിക്കുകയാണ്. ഏത് ടീം കളിക്കണം, ഏത് രാജ്യങ്ങൾ ഏത് സ്പോർട്സിൽ മുന്നോട്ട് വരണം, ഏത് രാജ്യങ്ങൾ ഏത് സ്പോർട്സിൽ ഇൻവോൾവ് ചെയ്യരുത്, ആര് ഏത് സീസണിൽ ജയിക്കണം തുടങ്ങിയുള്ള കാര്യങ്ങൾക്ക് പുറകിൽ നിന്നുകൊണ്ട് ഒരു മനുഷ്യനും അറിയാതെ അദൃശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഈ കൂട്ടരെക്കുറിച്ച് അനേകരാണ് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. നമ്മുടെ മുൻപിലുള്ള മൂവി ലോകത്തെ അല്ലെങ്കിൽ സിനിമാ ലോകത്തെ നിയന്ത്രിക്കുന്നത് ഇവരാണ്. അതായത് ബോളിവുഡിനെയും ഹോളിവുഡിനെയും ഈ ഭൂമിയിലെ എല്ലാ പ്രധാനപ്പെട്ട മൂവി ഇൻഡസ്ട്രികളെയും അവർ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ഏത് മൂവികൾ വെളിയിൽ പോപ്പുലർ ആകണം, ഏത് മൂവീസ് മനുഷ്യർ കാണണം, ഏത് ചലച്ചിത്രങ്ങളെ മനുഷ്യർ കൊട്ടിഘോഷിക്കണം, ഏതിലേക്കാണ് ആൾക്കാർ ഇരച്ചു കയറേണ്ടത്, ഏതിനെയാണ് കാണാതിരിക്കേണ്ടത്, ഇതിനെയൊക്കെയും നിയന്ത്രിക്കത്തക്ക രീതിയിലുള്ള അദൃശ്യ ചിന്തകൾ ചെയ്യുന്ന അദൃശ്യ ശക്തികൾ, ഈ ഭൂമിയിലെ പ്രവർത്തനങ്ങൾ ഈ ഭൂമിക്ക് വെളിയിൽ നിന്നുകൊണ്ട് നിയന്ത്രിക്കുന്ന, വെളിയിൽ നിന്നുകൊണ്ട് കണ്ട് നിയന്ത്രിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് എന്നുള്ള വിശ്വാസം വളരെ പ്രബലമാണ്. സാധാരണക്കാരായ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഏത് ഭക്ഷണം കഴിക്കണം, നമ്മുടെ അടുത്തുള്ള ഗ്രോസറി സ്റ്റോറുകളിൽ ഏത് വെജിറ്റബിൾസ് വന്നുകൂടണം, നാം ഏത് ധാന്യം കഴിക്കണം, നമ്മുടെ ഭക്ഷണ മേശയിലെ മെനു എന്തായിരിക്കണം, ഏത് പ്രൊഡക്റ്റാണ് നാം കൂടുതൽ ഒരു സീസണിൽ ഉപയോഗിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലും നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു കൂട്ടം മനുഷ്യർ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, എത്ര ഭീകരമായിരിക്കും ആ ഒരു അവസ്ഥയെന്ന് പറയുന്നത്. നാം മനുഷ്യരാണ്, സ്വതന്ത്രരാണ്, സ്വതന്ത്രമായി ചിന്തിക്കുവാൻ ശേഷിയുള്ളവരും ശക്തിയുള്ളവരുമാണ്. നമ്മുടെ സ്വാതന്ത്ര്യമാണല്ലോ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ നാം പോലും അറിയാതെ നമ്മെ നിയന്ത്രിക്കുന്ന, നമ്മുടെ ഭവനത്തിനുള്ളിൽ നമ്മളെ നിയന്ത്രിക്കുന്ന, നമ്മുടെ മീഡിയാസിനകത്ത് നാം എന്ത് കാണണമെന്ന് നിശ്ചയിക്കുന്ന, നമ്മുടെ ഭവനത്തിലെ തീന്മേശയിൽ ഏതൊക്കെ വിഭവങ്ങൾ മാത്രമേ വരാവുള്ളൂ എന്ന് തീരുമാനിക്കുന്ന അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാർ ഈ ഭൂമിയെ കൺട്രോൾ ചെയ്യുന്നത് എത്ര ഭീകരമായിരിക്കും. ഓരോ വിഭാഗം ജനങ്ങളും ഏത് ഭക്ഷണം കഴിക്കണം, ഓരോ നാടുകളിലും ഏത് ഭക്ഷണം വളരണം, ഒരു സൊസൈറ്റിയിൽ, ഒരു കമ്മ്യൂണിറ്റിയിൽ, ഒരു രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏത് വെജിറ്റബിൾസ് വളരണം, എന്ത് അവിടെ വളർത്തിയെങ്കിലേ അവിടെ വളരുവാൻ സാധ്യമാവുകയുള്ളൂ. മനുഷ്യൻ ഭക്ഷിക്കുന്ന ഭക്ഷണ രീതിയിലൂടെയും മനുഷ്യൻ ശ്വസിക്കുന്ന വായുവിലൂടെയും ഒക്കെ അവൻ്റെ ആയുസ്സിനെയും അവൻ്റെ ആരോഗ്യത്തെയും നിയന്ത്രിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾ തന്നെ എത്ര ഭയന്ന് വിറയ്ക്കുമല്ലേ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഏത് രോഗം വരണം, ആ രോഗം വന്നാൽ ഇന്ന മെഡിസിൻ മാത്രമേ നാം കഴിക്കാവുള്ളൂ എന്ന് വരെ നിശ്ചയിക്കുന്ന മനുഷ്യർ. ചില മെഡിസിൻ ചില സമയത്ത് ഡിസ്കണ്ടിന്യൂ ചെയ്യണമെന്നും ചില പുതിയ ലാബുകൾ തുറക്കപ്പെടണമെന്നും ചില കമ്മ്യൂണിറ്റികളിൽ പ്രത്യേകമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്ന ചില രോഗങ്ങളെ
അഴിച്ചുവിടണം എന്നും ഒക്കെ തീരുമാനമെടുക്കുന്നവർ, ഈ ഭൂമിയിലെ HIV മുതലായിട്ടുള്ള രോഗങ്ങൾ മനുഷ്യനിർമ്മിതമാണെന്ന് അവകാശപ്പെടുന്നവരുണ്ട്. COVID-19 എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു വൈറസാണ്, കൊറോണ വൈറസ് എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. ഒരു കമ്മ്യൂണിറ്റിയിൽ ഏതൊക്കെ രോഗം വരണം, ഈ രോഗങ്ങൾ ഇന്ന സമയത്ത് ഈ കമ്മ്യൂണിറ്റിയെ ഹിറ്റ് ചെയ്യണം, അത് വന്നു കഴിഞ്ഞാൽ കഴിക്കേണ്ട മരുന്നുകൾ ഏതൊക്കെയാണ്, ഒരു സമയം കഴിഞ്ഞാൽ മാനവജാതിയുടെ ഒരു ഭാഗം മുഴുവനും ചത്തൊടുങ്ങണം എന്ന് തീരുമാനിക്കുന്നവർ, നാം കേൾക്കേണ്ട മ്യൂസിക്കുകൾ ഏതൊക്കെയാണ്, നാം കേൾക്കേണ്ട മ്യൂസിക്കുകളുടെ ടോണുകൾ ഏതൊക്കെയാണ്, അതിനുള്ളിൽ നിന്ന് പുറപ്പെടുന്ന സ്വാധീനങ്ങൾ ഏതൊക്കെയാണ്, ഏതൊക്കെ മ്യൂസിക്കുകൾ എപ്പോഴൊക്കെ വൈറലാകണം, ഏതൊക്കെ മൂവീസ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യണം, നമ്മുടെ കലാ സാംസ്കാരിക മേഖലകൾ പോലും ഇപ്രകാരം നിയന്ത്രിക്കുന്ന ഒരു സിസ്റ്റത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു പരിധി വിട്ട് ഒരു രാജ്യത്തിൻ്റെ എക്കണോമി വളരുന്ന സമയത്ത് അതിനെ തകർക്കുന്നതിന് വേണ്ടി എങ്ങനെയൊക്കെ ആ രാജ്യത്തെ ഇടപെടണം, ഒരു യുദ്ധത്തിലൂടെ ആയിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ഒരു വൈറസിലൂടെ ആയിരിക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ ആഭ്യന്തരമായ കലഹങ്ങളിലൂടെ ആയിരിക്കാം. ഒരു രാജ്യത്തെ തകർക്കത്തക്ക രീതിയിൽ എങ്ങനെ ഒരു രാജ്യം ഇന്ന രീതിയിൽ മാത്രമേ വളരാവൂ എന്നുപോലും നിശ്ചയിച്ചുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ ഘടനയെ തന്നെ നിയന്ത്രിക്കുന്നവരുടെ ഒരു കൂട്ടത്തെ നമുക്ക് ചിന്തിക്കുവാൻ പോലും പ്രയാസമുള്ള കാര്യമാണ്. ദി പെയിൽ ഹോഴ്സ് റൈഡർ എന്നുള്ള പുസ്തകം എഴുതിയ ബിൽ കൂപ്പർ ഉൾപ്പെടെ അനേക കോൺസ്പിറസി തിയറിസ്റ്റുകളാണ് ഈ ഭൂമിയിലുള്ളത്. അദ്ദേഹം ഒരു US നേവൽ ഇൻ്റലിജൻസ് ഓഫീസറായിരുന്നു. അദ്ദേഹം ആ ഒരു പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് ഈ ഭൂമിയുടെ മുഴുവൻ സൈന്യത്തെയും യുദ്ധങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു ബാഹ്യ ശക്തി ഉണ്ട് എന്നുള്ളതും അതിൻ്റെ ഡോക്യുമെൻറ്റേഷനും പലതും അദ്ദേഹം കണ്ടു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വെളിയിൽ വന്ന ഒരു വ്യക്തിയാണ്. ജോൺ F. കെന്നഡി എന്നുള്ള അമേരിക്കൻ പ്രസിഡന്റ്, അദ്ദേഹത്തിന് കുറേ രഹസ്യ വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ ലഭ്യമായി, അതുകൊണ്ടാണ് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നത് എന്ന് പോലും ഇദ്ദേഹം വിശ്വസിക്കുന്നു. HIV മുതലായിട്ടുള്ള വൈറസുകൾ ഈ ഭൂമിയിൽ വന്നത് പാവപ്പെട്ട ഒരു കൂട്ടം ജനങ്ങളെ കൊന്നെടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം ജനത്തെ കൊന്നെടുക്കുന്നതിന് വേണ്ടി ആയിരുന്നുവെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. അദ്ദേഹം മാത്രമല്ല, അനേകർ ഇങ്ങനെയുള്ളൊരു വിശ്വാസം വെച്ച് പുലർത്തുന്നവരുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ലോകം ഒരു അപകടകരമായ ഒരു പോക്കിലേക്കല്ലേ ഈ ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? സൈലൻ്റ് വെപ്പൺസ്, സൈലൻ്റ് വാർ, നിശബ്ദമായ ആയുധങ്ങളും നിശബ്ദമായ യുദ്ധങ്ങളും ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ ന്യൂസുകൾ നമ്മൾ കാണണമെന്ന് നിശ്ചയിക്കുന്നവർ, നമ്മുടെ കണ്ണിനെ കുളിർമയേകുന്ന ഏതൊക്കെ കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിലൂടെ ചിന്തിപ്പിച്ച് കടത്തിവിടണമെന്ന് പോലും തീരുമാനമെടുക്കുന്ന, ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗമെന്ന് പറയുന്നത് മനുഷ്യനെ ഭയാനകമായി ചിന്തിക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ തന്നെ സ്വയം എക്സിസ്റ്റൻസിനെ പോലും ചലഞ്ച് ചെയ്യുന്ന ഓരോ സിസ്റ്റംസ് ഈ ഭൂമിയെ കവർന്നെടുക്കുന്നത് നമ്മുടെ കണ്ണിന് മുൻപിൽ നാം അത് ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോലും അതിൻ്റെ മേൽ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ സാധ്യമാവുകയില്ല. ഒരു യുവതലമുറയെ സ്വാധീനിക്കേണ്ടത് ഏതൊക്കെയാണ്, ഒരു യുവതലമുറ ഏതിൻ്റെയൊക്കെ പിന്നാലെ ഓടണം എന്നൊക്കെയും ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ ചുറ്റിനുമുണ്ടെങ്കിൽ, ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ സ്വാധീനവും പണവും ഒക്കെയുള്ള ഇപ്രകാരമുള്ള മനുഷ്യരുടെ സാന്നിധ്യം എന്ന് പറയുന്നത് വളരെയധികം നമ്മളെ അസ്വസ്ഥരാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അന്ത്യകാലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണത്. അന്ത്യകാലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ച് പോകത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ ഒരു പവറുള്ള ഗ്രൂപ്പ് തന്നെയാണ്. ഇവരിൽ ആരൊക്കെയാണ്? നമ്മൾ കാണുന്ന പ്രസിഡന്റുമാരും നമ്മൾ കാണുന്ന വ്യക്തികളും ഒന്നുമല്ലായിരിക്കും ഇതിൻ്റെ പുറകിലുള്ളത്. എന്നാൽ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഈ ഭൂമിയിലുള്ളവരും ഈ ഭൂമിക്ക് ബാഹ്യമായി പ്രവർത്തിക്കുന്നവരും, അതിനകത്ത് മറ്റ് ജീവജാലങ്ങൾ പോലും ഉൾപ്പെടുന്ന UFOകളിലുമൊക്കെ ഈ ഭൂമിയിൽ വന്ന് സഞ്ചരിച്ച് കാര്യങ്ങൾ കൈമാറിക്കൊണ്ടു പോകുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അത്രയും എക്സ്റ്റൻഡിൽ നമുക്ക് വിശ്വസിക്കുവാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അതിനെ ഗ്രഹിക്കുവാൻ നമ്മളുടെ ഇപ്പോഴത്തെ ലഭ്യമായ അറിവുകൾ കൊണ്ട് അത് സാധ്യമാവുകയില്ലെങ്കിലും നമുക്കൊരു കാര്യം ഉറപ്പാണ്: ഈ ഭൂമി അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളുടെ പുറകിൽ തീർച്ചയായും ആരൊക്കെയോ ഇതിൻ്റെ പുറകിൽ തലച്ചോറുകളുമായി പ്രവർത്തിക്കുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഏതൊക്കെ യുദ്ധങ്ങൾ ഈ ഭൂമിയിൽ നടക്കണം, ഏതൊക്കെ പ്രസിഡന്റുമാർ ഈ ഭൂമിയെ ഭരിക്കണം, ഈ പ്രസിഡന്റുമാരുടെ കാലാവധി എത്ര, നാം എന്ത് ഭക്ഷിക്കണം, നാം എന്ത് കാണണം, നാം എന്തിനു വേണ്ടി കൈയടിക്കണം, നാം എന്തിനു വേണ്ടി ഹരം കൊള്ളുന്നവരായി തീരണം, ഇതിനെയൊക്കെയും ചിന്തിക്കുന്ന ഒരു കൂട്ടം ഈ ഭൂമിയിലുണ്ടെങ്കിൽ ഇത് തീർച്ചയായും അപകടകരമായ ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഇവർ ഒരു പവർ ഗ്രൂപ്പ് തന്നെയാണ്. അവരുടെ കാര്യങ്ങളിൽ ശക്തി ഉണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവരുടെ പക്കൽ ശക്തി ഉണ്ട് എന്നുള്ളത് തന്നെ വ്യക്തമായ കാര്യമാണ്. നമ്മുടെ മുൻപിൽ നിന്ന് തന്നെ എത്ര പേരാണ്, എത്ര കോടിക്കണക്കിന് ആൾക്കാരാണ് ആ COVID-19 എന്ന് പറയുന്ന ഒരു വൈറസ് അല്ലെങ്കിൽ ആ ഒരു രോഗം കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായത്. ഇനിയും എന്തൊക്കെ ഈ ഭൂമിയിൽ വരുവാൻ കിടക്കുന്നു. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്: ദേ ഗോട്ട് പവർ,
ബട്ട് വി ഗോട്ട് എ ഗോഡ് ഹൂ ഈസ് സോവറൻ. അവർക്ക് ശക്തി ഉണ്ടെങ്കിലും നമ്മുടെ ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. ഈ ഭൂമിയിൽ ഒരു ദൈവമുണ്ട്. ഈ ഭൂമിയെ നിയന്ത്രിക്കുന്ന, പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന, ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങളെയും നിയന്ത്രിക്കുന്ന, ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങൾക്കും അതിനനുസരിച്ചുള്ള ആഹാരം നൽകുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ടെന്ന് നമ്മളെപ്പോഴും മറന്നു പോകരുതാത്ത ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആത്മീയ ജീവികളായി നാം ജീവിക്കുവാനായി ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മളെ തകർക്കുവാനായി, നമ്മളെ നശിപ്പിക്കുവാനായി നിൽക്കുന്ന ഇപ്രകാരമുള്ള ബാഹ്യശക്തികളെ അതിജീവിക്കുന്നതിനു വേണ്ടി ആത്മീയ ദർശനമുള്ളവരായി തീരണം എന്നുള്ളത് തന്നെയാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കൊരു യുദ്ധമുണ്ടെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. അത് തീർച്ചയായും വാഴ്ചകൾക്കെതിരെ, ശക്തികൾക്കെതിരെ, അധികാരങ്ങൾക്കെതിരെ, സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകൾക്കെതിരെയുള്ള ഒരു യുദ്ധമാണെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്. ആ യുദ്ധത്തിൽ ഒരു ദൈവ പൈതൽ ഏർപ്പെടുന്നത് ബാഹ്യമായ ശക്തികൾ കൊണ്ടല്ല, ആയുധങ്ങൾ കൊണ്ടല്ല, ആത്മീയ ആയുധങ്ങൾ കൊണ്ട് ആണെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ വളരെ വ്യക്തമായി നമ്മളോട് ആലോചനയും മുന്നറിയിപ്പും നൽകുന്നുണ്ട്. അതുകൊണ്ട് ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവാനാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നമ്മുടെ മുൻപിൽ ഈ ലോകം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ശത്രുവിനെ കീഴ്പ്പെടുത്തുവാനായി പോകുന്ന ഒരു പടക്കുതിര കുതിച്ച് മുന്നോട്ട് പോകുന്നത് പോലെ ഈ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ കാലൊച്ച നാം കേട്ടുകൊണ്ടും ഇരിക്കുകയാണ്. ഈ കാലം എന്ന് പറയുന്നത് ആത്മീയ മനുഷ്യർ ഉണരേണ്ട കാലഘട്ടമാണ്. നാം പ്രാർത്ഥിച്ച് ഉണരേണ്ട കാലഘട്ടമാണ്. ബൈബിളിൽ ഒരിടത്തും ഇല്ലുമിനാറ്റിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ശക്തിയെക്കുറിച്ചോ ഒന്നും, ഒരു പവർ ഗ്രൂപ്പിനെക്കുറിച്ചോ ഒന്നും പ്രതിപാദിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. എന്നാൽ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിനെ ബൈബിൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. ദൈവത്തിൻ്റെ പദ്ധതിയെ ത്വരിതഗതിയിലാക്കുന്നതിനു വേണ്ടി അവർക്ക് ഒരു സ്വാതന്ത്ര്യവും സ്വാധീനവും ദൈവം നൽകിയിട്ടില്ല. ദൈവം അവർക്ക് എതിരാണ്. തിന്മയ്ക്കും നന്മയ്ക്കും തമ്മിൽ എന്ത് ചേർച്ച, വെളിച്ചത്തിനും ഇരുളും തമ്മിൽ എങ്ങനെ ഒത്തുപോകും എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് ചോദിക്കുന്ന ചോദ്യം തന്നെ. അദൃശ്യമായിട്ടുള്ള ഇപ്രകാരമുള്ള ശക്തികൾ ഉണ്ടെങ്കിൽ തന്നെ ബൈബിൾ ഒരു രീതിയിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ബൈബിളിലെ ഒരു പുസ്തകവും ഇങ്ങനെയുള്ള ശക്തികളുടെ കൂടെ നിന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ സ്പീഡപ്പ് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് അവസരം നൽകുന്നില്ല. ദൈവം ഇവർക്ക് എതിരെ പ്രവർത്തിക്കുന്നതാണ്. ദൈവത്തിൻ്റെ വിശുദ്ധമായ ആരാധനയ്ക്ക് എതിരെയുള്ള സകല ശക്തികളും പരിപൂർണമായും ദൈവത്തിൻ്റെ ആ സ്വാധീനത്തിന് കീഴിൽ വരണം എന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, അവർ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി കെടുത്തുന്നവരായി നിങ്ങളുടെ ഇടയിൽ തന്നെ അവർ വരുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നതോടുകൂടെ അതേ വിശ്വാസികളും വളരെയധികം കെയർഫുൾ ആയിരിക്കണം എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരുപക്ഷെ അവർ പോലും അറിയുന്നില്ലായിരിക്കാം ഏതൊക്കെ മെസ്സേജുകളാണ് പ്രസംഗിക്കേണ്ടതെന്ന് പോലും തീരുമാനിക്കത്തക്ക രീതിയിൽ സോഷ്യൽ മീഡിയ അതേ നമ്മളെ സ്വാധീനിച്ചിരിക്കുകയാണ്. ചില തിയോളജികളൊക്കെ ലോകത്തിൽ വന്ന് ഈ ലോകത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി വളരെ പോപ്പുലറായ ഒരു കാര്യമുണ്ട്. യേശു ക്രിസ്തുവിനെതിരെ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ മക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ പേരും ബൈബിളും ഒക്കെ എടുത്തുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിനെതിരെ, യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിനും ദിവ്യത്വത്തിനും ഒക്കെ എതിരായി പ്രസംഗിച്ച് ദൈവമക്കളെ വഴിതെറ്റിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഈ ഭൂമിയിലുണ്ട്. ഇവർ യേശു ക്രിസ്തുവിന് ആരാധന നൽകുന്നതിന് എതിരായിട്ടുള്ളവരാണ്. യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കരുതെന്ന് പറയുന്ന ഗ്രൂപ്പുകളാണിവർ. സാക്ഷാൽ സാത്താൻ തന്നെയാണവർ. സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിച്ച് ഈ ഭൂമിയിൽ പുറപ്പെട്ടു വരുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കുമെന്ന് കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിലൂടെ ദൈവവചനം മുന്നറിയിപ്പ് നൽകുന്നു. 1 തെസ്സലോനിക്കർ 5:21 അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, ടെസ്റ്റ് എവറിത്തിങ്, നിങ്ങൾ സകലത്തെയും ശോധന ചെയ്യണമെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മളോട് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ദർ വിൽ ബി എ കോൺഫെഡറേഷൻ ഓഫ് 10 കൺട്രീസ്. അതായത് 10 രാജ്യങ്ങളുടെ അല്ലെങ്കിൽ 10 ശക്തികളുടെ ഒരു കോൺഫെഡറേഷൻ ഉണ്ടാകും. അതിൽ നിന്ന് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു രാജാവ് ഈ ഭൂമിയെ ഭരിക്കുന്നതിന് വേണ്ടി ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഈ ഭൂമിയെ ഭരിക്കുന്നതിന് വേണ്ടി ഇറങ്ങി വരുന്ന രാജാവാണ് എതിർ ക്രിസ്തു. എതിർ ക്രിസ്തുവിൻ്റെ ഭരണം ഈ ഭൂമി വിറ്റ്നസ് ചെയ്യുവാനായി പോവുകയാണ്. 7 വർഷം എതിർ ക്രിസ്തു ഈ ഭൂമിയെ ഭരിക്കുക തന്നെ ചെയ്യും. എതിർ ക്രിസ്തുവിൻ്റെ ഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി സർവശക്തരായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് എതിർ ക്രിസ്തുവിനെയും ഈ ഭൂമിയെ ഭരിക്കുവാൻ വാഴുവാൻ ആഗ്രഹിക്കുന്ന സകല കപട ശക്തികളെയും കീഴ്പ്പെടുത്തുമെന്നാണ് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നത്. വി നോ ദ സ്റ്റോറി ഓഫ് ഹിസ്റ്ററി, വി നോ ഹൗ ദ ഹിസ്റ്ററി ഈസ് ഗോയിങ് ടു എൻഡ്. നമുക്ക് അറിയാവുന്ന വ്യക്തമായ ഒരു കാര്യമുണ്ട്, ചരിത്രത്തിൻ്റെ കഥ. ഈ ചരിത്രം എവിടെ അവസാനിക്കും? ഇപ്പോഴുള്ള പ്രസിഡൻറ്റ്, ഇപ്പോഴുള്ള പ്രൈം മിനിസ്റ്റേഴ്സ്, ഇപ്പോഴുള്ള യുദ്ധങ്ങൾ, ഇവരൊക്കെ ഇതിനെയൊക്കെ നിയന്ത്രിക്കുവാനായി
പലരും കണ്ടേക്കാം. എന്നാൽ അവർക്കൊന്നും അറിയാൻ വയ്യാത്തൊരു കാര്യമുണ്ട്. ഇരുട്ട് തപ്പുന്ന ഇപ്രകാരമുള്ള ഗ്രൂപ്പുകൾ അവർ വന്നു നിൽക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു സംഭവമുണ്ട്. അതെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സോവർണിറ്റി, ദൈവത്തിൻ്റെ സോവറിൻ പ്ലാൻ എന്ന് പറയുന്ന, ദൈവത്തിൻ്റെ ആ വലിയ പദ്ധതി എന്ന് പറയുന്ന അവിടെ വന്ന് അവർ മുട്ടുമടക്കുക തന്നെ ചെയ്യും. എന്താണ് ആ ദൈവത്തിൻ്റെ വലിയ പദ്ധതി? ആ ദൈവത്തിൻ്റെ വലിയ പദ്ധതി എന്തെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ദിസ് ഈസ് എ സ്റ്റോറി ഓഫ് ദ ഹിസ്റ്ററി. അതിങ്ങനെയാണ് പറയുന്നത്: ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും താന്താൻ്റെ നിരയിലെത്രേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവെങ്കിൽ. അടുത്തതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ആ പദ്ധതി എന്ന് പറയുന്നത് പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണവും നീങ്ങിപ്പോകും. വളരെ വ്യക്തമാണ്. ഈ ഭൂമിയിലുള്ള സകല വാഴ്ചകളെയും ശക്തികളെയും യേശു ക്രിസ്തുവാണ് കീഴ്പ്പെടുത്തുവാനായി പോകുന്നത്. വേറെ ആർക്കും സാധ്യമാവുകയില്ല. ദൈവത്തിനു വേണ്ടി ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ പദ്ധതിയെ എക്സിക്യൂട്ട് ചെയ്ത് അത് പരിപൂർണമായും അതിൻ്റെ നിയന്ത്രണത്തിൽ പരിപൂർണമായും കൊണ്ടുവരുന്നത് മനുഷ്യൻ്റെ പാപത്തിനു വേണ്ടി മധ്യസ്ഥനായി ഈ ഭൂമിയിൽ വന്ന് മനുഷ്യനു വേണ്ടി മറുവിലയായി നൽകിയ, തൻ്റെ ജീവനെ നൽകിയ യേശു ക്രിസ്തു എന്ന ദൈവപുത്രൻ തന്നെയാണ്. അതുവരെ നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഭൂമിയിൽ ഇനിയും അനേക യുദ്ധങ്ങളും യുദ്ധശ്രുതികളൊക്കെ നമ്മൾ കേൾക്കും. ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പകർച്ചവ്യാധികളുമൊക്കെ ഈ ഭൂമിയിൽ സംഭവിക്കും. എന്നാൽ വി നോ വേർ ഇറ്റ് ഗോസ്. നമുക്കതറിയാം ഇതെവിടെയാണ് ചെന്നെത്തുന്നതെന്ന്. ഇത് ചെന്നെത്തുന്ന സ്ഥലം അത് കൃത്യമാണ്. ആ സ്ഥലം എന്ന് പറയുന്നത് ദൈവസിംഹാസനത്തിൽ തന്നെയായിരിക്കും. ദൈവസിംഹാസനത്തിൽ സകല മുട്ടുമടങ്ങും, സകല നാവും ഏറ്റുപറയും. അവർ ഏറ്റുപറയുന്ന ഒരു കാര്യമുണ്ട്: യേശു കർത്താവ് എന്ന്. അതുവരെ ഈ ഭൂമിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് ദുഷ്കരമേറിയ ഒരു കാര്യമാണ്. ഈ ഭൂമിയെ നമ്മളെ തകർക്കുന്നതിന് വേണ്ടി ശത്രുവിൻ്റെ ഒരു സാന്നിധ്യം തന്നെയുണ്ട്. ദൈവദാസന്മാരെ തകർക്കുന്നതിന് വേണ്ടി ശത്രുവിൻ്റെ ഒരു സാന്നിധ്യം തന്നെയുണ്ട്. സഭകളെ തകർക്കുന്നതിന് വേണ്ടി, ദൈവികമായിട്ടുള്ള ആരാധനയെ തകർക്കുന്നതിന് വേണ്ടി, നശിപ്പിക്കുന്നതിന് വേണ്ടി ശത്രുവിൻ്റെ ഒരു സാന്നിധ്യം തന്നെയുണ്ട്. അതിന് കൂട്ടു നിൽക്കുന്നതിന് വേണ്ടി കുറേ മനുഷ്യരുമുണ്ട്. അവരുടെ കൂട്ടും പിശാചിൻ്റെ പദ്ധതിയും കൂടെ ഒരുമിച്ചാകുന്ന സമയത്ത് ഒരു ദൈവദാസൻ്റെയും ഒരു സഭയുടെയും തകർച്ച ആരംഭിക്കുകയാണ്. അങ്ങനെ എത്രയോ എത്രയോ സംഭവങ്ങൾ ഈ ഭൂമിയിൽ നടന്നിരിക്കുന്നു. അവർ പോലും പിശാചിൻ്റെ കരങ്ങളിലെ നേരിട്ടുള്ള ആയുധമാണെന്ന് മനസ്സിലാക്കാതെ എത്രയോ പേർ എത്രയോ അനിഷ്ട സംഭവങ്ങളിലൂടെ എത്രയോ തകർച്ചകൾ സൃഷ്ടിച്ചതിന് ശേഷം അതിനെ പിശാചിൻ്റെ കൂടെ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഇതിനെയൊക്കെ ദൈവം ഒരിക്കൽ വെളിയിൽ കൊണ്ടുവരും. വെളിയിൽ കൊണ്ടുവരുന്ന ഒരു സമയമുണ്ട്. എന്നാൽ അതുവരെ ഈ ഭൂമിയിൽ നമ്മൾ ക്രൂശെടുത്ത് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല, ലളിതമായൊരു കാര്യമല്ല. അതിനുള്ളിൽ വളരെയധികം ദൈവസ്നേഹം ആവശ്യമാണ്, ക്ഷമ ആവശ്യമാണ്, ദൈവകൃപ ആവശ്യമാണ്, കാത്തിരിപ്പ് ആവശ്യമാണ്. അതുവരെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു വാക്യമുണ്ട്. ആ വാക്യം റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിലാണ്. അതിങ്ങനെയാണ് പറയുന്നത്: നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഇവൻ റൈറ്റ് നൗ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പോലും നമ്മൾ ജയാളികളാണ്. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ദൈവം നമ്മെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൽ നിന്ന് നമ്മളെ പറിച്ചു കളയുവാൻ ഈ ഭൂമിയിലെ ഒരു അധികാരത്തിനും ഒരു ഇല്ലുമിനാറ്റിക്കും ഒരു ശക്തികൾക്കും ഒരു നിഗൂഢ ശാസ്ത്രത്തിനും ഒരു നിഗൂഢ തിയറീസിനും ദൈവം അനുവാദം നൽകിയിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ ലോകത്തിൽ നാം വസിക്കുന്നുവെങ്കിലും ഈ ലോകത്തെ ജയിച്ചവരാണ് നാം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതിൻ്റെ കാരണം ലോകത്തെ ജയിച്ചവനായ യേശു നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ മെസ്സേജ് തീരുന്ന ഈ സമയത്ത് തന്നെ നിങ്ങൾ അതിനുവേണ്ടി ഒരു അവസരം ആദ്യം കണ്ടെത്തുക. യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക. നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി നിങ്ങൾ സ്വീകരിക്കുക. അതിനെ നിങ്ങളുടെ നാവ് കൊണ്ട് ഏറ്റുപറയുക. ആത്മാവിൽ വിശുദ്ധിയുള്ളവരായിത്തീരുക. യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിൽ നിങ്ങൾക്കും ഒരു പങ്കുണ്ട് എന്നുള്ളത് മറന്നുപോകാതിരിക്കുക.